കഴിഞ്ഞ ദിവസം കണ്ണൂർ ജയിൽ ചാടിക്കടന്ന കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമി പറയുന്നത് ജയിലിൽ മയക്കുമരുന്ന് സുലഭമായി ലഭിക്കുമെന്നും അത് ലഭിക്കണമെങ്കിൽ കയ്യിൽ പണം മാത്രം ഉണ്ടായിരുന്നാൽ മതിയെന്നാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്ന അഴിമതിയുടെ കഥകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഈ ചാമിയുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ സർക്കാരിനെ ഉൾപ്പെടെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മാത്രമല്ല തന്നെ ജയിൽ ചാടാൻ ആരും സഹായിച്ചിട്ടില്ല എന്നാണിപ്പോൾ ചാമി പറയുന്നത്. എന്നാൽ പ്രതി ആരുടെയെങ്കിലും മുഖം രക്ഷിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നതെന്ന സംശയവും നിഴലിക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ കൂടുതൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ആവശ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. സെൻട്രൽ ജയിലിൽ തടവ് പുള്ളികൾക്ക് എല്ലാ സൗകര്യവും ലഭിക്കുന്നുണ്ട്. കഞ്ചാവ് മാത്രമല്ല മറ്റ് ലഹരി വസ്തുക്കളും ലഭിക്കും. എല്ലാം എത്തിച്ച് നൽകാൻ ആളുണ്ട് എന്ന്, അതുപോലെ തന്നെ ഇത് മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ലഭിക്കണമെങ്കിൽ പണം മാത്രം നൽകിയാൽ മതിയെന്നും മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാനും ജയിൽ സൗകര്യമുണ്ട് എന്നാണ് ഗോവിന്ദചാമി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ TP കേസ് പ്രതി കൊടി സുനിയാകട്ടെ കണ്ണൂർ ജയിലിൽ ഇരുന്നു കൊണ്ട് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നയിച്ചിരുന്നുവെന്നും പുറത്തു വന്നതാണ്. നല്ല ഭക്ഷണവും കഞ്ചാവും ആവശ്യപ്പെട്ട് മുൻപ് ജയിലിൽ ഗോവിന്ദചാമി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത വ്യക്തിയാണ്. മാത്രമല്ല ഇതെല്ലാം തടവുകാർക്ക് ലഭിക്കുന്നത് കണ്ടാകാം ഗോവിന്ദചാമി ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജയിലിലെ അരാജകത്വത്തിന്റെയും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയുടെയും തെളിവ് കൂടിയാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവും തുടർന്ന് പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനമെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം ജനങ്ങൾ പിണറായിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ TC നൽകുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നതും. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിലാണ് പ്രസ്താവനയുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നത്. നിരവധി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും എന്നാൽ മന്ത്രിമാരാകട്ടെ ആരും രാജിവെക്കാതെ കസേരയിൽ ഞെളിഞ്ഞിരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. വീഴ്ചയുടെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണ് എന്നും നേരത്തെ തെളിയിക്കപ്പെട്ടതാണ് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഗാസയും ഹമാസും ഒക്കെയാണ് CPMന്റെ പരിഗണനയിലുള്ളത്. ഗോവിന്ദചാമി വിഷയത്തിൽ CBI അന്വേഷണം നടത്തിയാലും പോലീസുകാർക്കെതിരെ മാത്രമേ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. CBI മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യില്ല. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയുടെ പ്രശ്നം അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങളിൽ സർക്കാരിന് താല്പര്യമില്ല എന്നും ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇതെല്ലാം നിലനിൽക്കെ തന്നെ ജയിലിൽ ചാടുമെന്ന് ഗോവിന്ദചാമി തന്നോട് പലതവണ ഭീഷണി സ്വരത്തിൽ പറഞ്ഞിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏറ്റവും സുരക്ഷിതമായ 10ാം ബ്ലോക്കിൽ നിന്നും ചാടുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ താനത് തമാശയായിട്ടാണ് എടുത്തതെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. ജയിൽ ചാടി വന്നാൽ തന്റെ കുടുംബാംഗങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഗോവിന്ദചാമി ഭീഷണി മുഴക്കിയതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഗോവിന്ദചാമി ജയിൽ ചാടിയതോടെ തന്നെ ഭയം കൊണ്ട് അവധിയെടുത്ത് വീട്ടിൽ ഇരിക്കുകയായിരുന്നുവെന്നും അബ്ദുൾ സത്താർ എന്ന പോലീസ് ഓഫീസർ വ്യക്തമാക്കുന്നു. നിലവിൽ കൊട്ടാരക്കര സബ് ജയിലിലാണ് അബ്ദുൾ സത്താർ ജോലി ചെയ്യുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഗോവിന്ദചാമിയെ താമസിപ്പിക്കുന്നത്. അവിടെ നിന്നും ഗോവിന്ദചാമി ജയിൽ ചാടില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു താൻ ഇരുന്നതെന്നും എന്നാൽ ടൈറ്റാനിക്ക് മുങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതീക്ഷയായിരുന്നു അത്. എന്നാൽ എല്ലാം പിന്നീട് വിഫലമായി. ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ അവർ എവിടെ വരെ എത്താനുള്ള സമയം പോലും ഞാൻ കണക്ക് കൂട്ടിയിരുന്നില്ല. ജയിൽ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നില്ല ഗോവിന്ദചാമി. അയാൾ ഒരു സൈക്കോ ആയിരുന്നു. പലപ്പോഴും നിർബന്ധമായി തന്നെ ജയിൽ നിയമങ്ങൾ അനുശാസിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും അതിന്റെ ഭാഗമായി തന്നെ പല പ്രശ്നങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.